സ്നേഹിച്ചുവോ? ഇതത്രയും വിചിത്രമേശു രക്ഷകാ, ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ? ഇതത്രയും വിചിത്രമേശു രക്ഷകാ, എത്ര ദൂരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുഖമായിരിക്കുന്നോ? ദിനവൃത്താന്ത പുസ്തകം, 2 ദിനവൃത്താന്ത പുസ്തകത്തില് നമുക്ക് ഹെസക്കിയ രാജാവിനെ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ ഒരു നവീകരണം കൊണ്ടുവന്ന, വിശ്വാസ ജീവിതത്തിൽ ഒരു നവീകരണം കൊണ്ടുവന്ന രാജാവ്. കർത്താവിന്റെ നിയമങ്ങൾ ഏറ്റവും നല്ലവണ്ണം പാലിക്കാനായിട്ട് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് ദൈവാലയ കർമ്മങ്ങൾക്കും ദേവാലയ അനുഷ്ഠാനങ്ങൾക്കും എല്ലാം വളരെ നിഷ്കർഷ കൊടുത്ത ഒരു രാജാവ്. അങ്ങനെ ഇസ്രായേലിനെ എല്ലാ ശത്രുക്കളിൽ നിന്ന് ദൈവം സംരക്ഷിക്കുന്നത് നേരിട്ട് ഇസ്രായേൽ ജനം അതിന്റെ ആ സുരക്ഷിതത്വം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു രാജാവിനെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട്, മനാസെ എന്ന് പറയുന്ന ഒരു രാജാവ് കടന്നു വരുന്നു. ഈ രാജാവ് തന്റെ മുൻ രാജാക്കന്മാർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയൽവക്ക രാജ്യങ്ങളിലുള്ളവരുമായിട്ടും ഒക്കെ സഖ്യം ചേർന്ന് അവരാരാധിച്ചിരുന്ന മൂർത്തികളെ, മിഥ്യാമൂർത്തികളെ മുഴുവൻ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ചാരാധനയും പൂജകളും ഒക്കെ നടത്തുകയും അതിന്റെ റിച്വൽസിന്റെ ഫലമായിട്ട് ഒത്തിരി വേശ്യാലയങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ഇസ്രായേൽ ജനം വിശുദ്ധിയിൽ നിന്ന് ചില ആചാരങ്ങളുടെ പേരിൽ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ തലമുറകളായിട്ടുണ്ടാകുന്നു. മനാസെ രാജാവ് എന്തെല്ലാം ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ചെയ്തു, അതിന്റെ ഇരട്ടിയായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ആമോൻ വരമ്പ് ചെയ്യുകയാണ്. അങ്ങനെ ടോട്ടലി ഇസ്രായേൽ ജനം സത്യദൈവത്തിൽ നിന്നും ആ സത്യദൈവത്തോടുള്ള ആരാധനയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആമോന്റെ മകനായിട്ട് ജോസിയ രാജാവ് കടന്നു വരുന്നത്. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: രാജാവ് തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവിനെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വചനങ്ങൾ ആചരിക്കുമെന്ന് കർത്താവിന്റെ മുൻപാകെ ഒരു നിയമം ചെയ്യുകയും ചെയ്തു. ജോസിയ എന്ന രാജാവ് സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടമ്പടി പുതുക്കൽ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജാവ് എപ്രകാരം ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം ഈ അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ദേശവും ജനവും എല്ലാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ മറന്ന് ജീവിച്ചിരുന്ന ഒരു കാലം. ആ കാലത്ത് ദൈവത്തിന്റെ ആലയം കേടുപാടുകൾ സംഭവിച്ചും അടഞ്ഞും കിടന്നിരുന്നു. ആരും അങ്ങോട്ട് നോക്കുക പോലുമില്ല. ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ആരും ഓർക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് മുൻപുണ്ടായിരുന്ന പല രാജാക്കന്മാരും ചെയ്തതുപോലെ, അല്ലെങ്കിൽ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കാൻ ജോസിയ തയ്യാറായില്ല. തന്റെ 16-ാമത്തെ വയസ്സിൽ അവൻ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. അടഞ്ഞു കിടന്ന ദേവാലയം തുറന്ന് കേടുപാടുകൾ തീർത്ത് ശുദ്ധീകരിക്കുവാൻ ആരംഭിച്ചു. കാര്യപ്രാപ്തിയുള്ള ആളുകളെ ദേവാലയത്തിന്റെ പണികൾക്കായി നിയോഗിച്ച് അങ്ങനെ ദേവാലയം വെടിപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊടി പിടിച്ചു കിടന്നിരുന്ന ഒരു ന്യായപ്രമാണ പുസ്തകം അവർ കണ്ടെത്തിയത്. ആ പുസ്തകം രാജാവ് വായിച്ചു. 34-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ന്യായപ്രമാണത്തിലെ വാക്യങ്ങൾ കേട്ടിട്ട് രാജാവ് ഭയങ്കര സങ്കടമായി. കാരണം ജനം എത്രമാത്രം ഈ ദൈവീക കൽപ്പനകളിൽ നിന്ന് അകന്നുപോയി എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ മാനസിക സംഘർഷം മൂലം വസ്ത്രം കീറി ദൈവത്തിന്റെ പ്രമാണങ്ങൾ എന്താണെന്നും ആ ദൈവകൽപ്പനകളിൽ നിന്ന് തങ്ങൾ എത്രമാത്രം ദൂരെ പോയിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞപ്പോൾ രാജാവ് തന്നെത്താൻ ദൈവസന്നദ്ധിയിൽ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അതിനുശേഷം ജോസിയ രാജാവ് സകല ജനത്തെയും ദേവാലയത്തിൽ വരാനായിട്ട് കൽപ്പിച്ചു. എല്ലാവരുടെയും മുൻപാകെ ഈ പുസ്തകം വായിക്കുകയും എടുത്ത പ്രതിജ്ഞയാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ദൈവത്തെ മറന്ന് ജീവിക്കരുത് എന്ന് അങ്ങനെ രാജാവും ജനവും തീരുമാനിച്ചു. കർത്താവിന് അനിഷ്ടമായവ ഒന്നും ചെയ്യുകയില്ല എന്നും അന്യ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും
ബിംബങ്ങളുടെയും പുറകെ ഇനി പോവുകയില്ലെന്നും അവയെ ആരാധിക്കുകയില്ലെന്നും അവർ തീരുമാനിച്ചു. മുഹൂർത്തം നോക്കുന്നവരും ആഭിചാരം ചെയ്യുന്നവരും അങ്ങനെയുള്ളവരുടെ അടുക്കൽ പോകുന്നവരെ ആ രീതികളെല്ലാം അവർ അവസാനിപ്പിക്കാനായിട്ട് അവർ വലിയ തീരുമാനം എടുക്കുക ചെയ്തത്. ഒരു രാജാവിന്റെ പദവിയും എല്ലാ അധികാരവും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും തന്റെ പിതാക്കന്മാരെ പോലെ മേൽക്കുമേൽ തെറ്റുകൾ ചെയ്ത സുഖത്തിൽ ജീവിക്കാതെ തോന്നിയ പോലെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീഴാതെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതെ തന്റെ യൗവന പ്രായത്തിൽ തന്നെ ദൈവഭക്തിയിൽ ജീവിക്കാൻ തീരുമാനമെടുത്തിരുന്ന ജോസിയായുടെ ഈ സ്വഭാവം ജനത്തെ തലമുറയും ഒന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ തലമുറ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ദൈവവചനം വായിച്ചപ്പോൾ ചിന്തിക്കുകയാണ്. തന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നദ്ധിയിൽ വന്ന് കരയുവാൻ ജോസിയ രാജാവ് മനസ്സ് കാണിച്ചതുപോലെ ഇന്നത്തെ തലമുറയും, ഞാൻ ഉൾപ്പെടുന്ന എന്റെ തലമുറയും ദൈവ പ്രമാണങ്ങളിലേക്കൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 2025 വർഷവും ഒരു മാസത്തിനകം നമ്മളെ വിട്ടുപോകും. ഓരോ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് യോശിയാവിനെ പോലെ ദൈവസന്നദ്ധിയിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുമോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനമെടുക്കുമെങ്കിൽ ഇനിയുള്ള നമ്മുടെ ആയുസിന്റെ ഓരോ ദിവസവും ദൈവത്തിന്റെ നീതിയും വിശ്വസ്തതയും നമ്മുടെ കുടുംബത്തിലും തലമുറയിലും കാണുവാനായിട്ട് നമുക്കിടയാകും. നിത്യതയിലേക്ക് നടക്കുവാനായിട്ടുള്ള മാർഗം നമ്മൾ തന്നെ ദൈവസന്നദ്ധിയിൽ നിന്ന് കൃപ കണ്ടെത്തി വെട്ടിത്തുറക്കാനായിട്ട് സാധിക്കും. ഒന്നിച്ചു നടക്കാം. നിത്യതയുടെ തുറമുഖത്ത് അവൻ നമ്മെ സുരക്ഷിതമായി എത്തിക്കും. നമ്മൾ നേടേണ്ടത് ദൈവകൽപ്പനകൾ അനുസരിച്ച് സ്വർഗത്തിന്റെ പ്രീതിയാണ് നേടേണ്ടത്. നമ്മുടെ ഇടവകയിലെ അച്ഛന്മാരുടെയോ ഇടവകയിലെ ദുരാചാരങ്ങളുടെയോ ഇടവകയിലെ അന്യ ആചാരങ്ങളുടെയോ വിജാതി ആചാരങ്ങളുടെയോ ചെയ്ത് ജനത്തിന്റെ കയ്യടിയല്ല നമ്മൾ നേടേണ്ടത്. സത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആ പുസ്തകത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്ന ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനയും പ്രാർത്ഥനയും വണക്കവും ഒക്കെ നടത്തിയാൽ സ്വർഗം സംപ്രീതമാകും, സ്വർഗത്തിന്റെ കയ്യടി കിട്ടും. അത് നമ്മെ നീതിയുടെ വിധി ദിവസത്തിൽ ഒത്തിരി സഹായിക്കും. അന്ന് ഇത്തരം ആചാരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണത്തില്ല. ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും ഏത് സുഖജീവിത രീതികളും നമ്മളിലേക്ക് കടന്നു വന്നാലും ചിന്തിക്കുക, ഇത് ദൈവ ഇഷ്ടമാണോ, ദൈവിക നിയമങ്ങൾക്ക് എതിരാണോ എന്ന് ചിന്തിച്ച് ദൈവിക നിയമങ്ങൾക്ക് അനുസരിച്ചുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നിത്യതയുടെ തുറമുഖത്ത് നമ്മളെ സുരക്ഷിതമായി കർത്താവിനെ ആരാധിക്കാൻ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര